എന്താണ് LDF നേതാക്കളൊക്കെ ജനങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവിടെ കുട്ടിയുടെ മരണത്തിന് കാരണം അവിടുത്തെ പഞ്ചായത്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ബാലിശമാണ് അവരുടെ ഒരു പ്രചരണം. നമുക്കറിയാം ആരാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താ? കുട്ടിയുടെ ദാരുണമായ മരണത്തിന്റെ കാരണം എന്ന് പറയുന്ന അവിടുത്തെ അനധികൃതമായി സ്ഥാപിച്ച ഫെൻസിംഗ് ആണ്. ആ ഫെൻസിംഗിലേക്കുള്ള കറണ്ട് എടുത്ത് എവിടുന്ന, ഇലക്ട്രിസിറ്റി പവർ എവിടുന്ന, KSEB ഡയറക്റ്റ് വലിച്ചിരിക്കുകയാണ്. നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ കൊടുത്തല്ലോ. ഇന്ന് അസുഖം, അതിനകത്ത് ഒരു അപകടം പറ്റിയ ഒരു കുട്ടിയുടെ അമ്മ പറയുന്ന ഒരു കാര്യം, 2 ആഴ്ച മുമ്പ് KSEBയെ വിവരം അറിയിച്ചിരുന്നു എന്നാ പറയുന്നു. 2 ആഴ്ച മുമ്പ് KSEBയെ ഇത്തരത്തിൽ അനധികൃതമായി വൈദ്യുതി എടുത്തുകൊണ്ട് ഇവിടെ ഫെൻസിംഗ് ഉണ്ട്, അത് അപകടമാണ് എന്ന് അറിയിച്ചിട്ടും യാതൊരു നടപടിയും എടുക്കാത്ത KSEB ആണോ കുറ്റക്കാർ, അതല്ല പഞ്ചായത്താണോ? അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, രാഷ്ട്രീയ വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്, KSEBയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഈ വീഴ്ച ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാനും പറ്റില്ല. അതിനെ രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ല. അതൊരു ഉത്തരവാദിത്തമാണ്. ജനങ്ങളുടെ ഒരു പ്രതികരണം ആ രീതിയിലാണ്. അത് പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ലേ? അപ്പൊ അതുകൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി പഞ്ചായത്താണ് ഇത് നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ എന്തർത്ഥമുള്ളത്? KSEBക്ക് പഞ്ചായത്തിന് എന്തെങ്കിലും റോൾ ഉണ്ടോ? അവരുടെ കാരണം എന്താ? വൈദ്യുതി കമ്പിയിൽ അവിടെ ഫെൻസിങ്ങിൽ വൈദ്യുതി കൊടുത്തു. ആ വൈദ്യുതിയാണ് മരണകാരണമായത്. ആ വൈദ്യുതി കൊടുക്കാൻ പഞ്ചായത്തിന് വല്ല അധികാരമുണ്ടോ? കൊടുക്കുന്നത് KSEB അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വെറും ബാലിശമായ കാര്യങ്ങളാണ് ഇടതുപക്ഷ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് എന്ത് പറ്റി എന്ന് എനിക്കറിയില്ല. AK ശശീന്ദ്രന്റെ സ്റ്റേറ്റ്മെന്റ് ഇന്ന് കണ്ടു, നിങ്ങൾ കണ്ടു, മാധ്യമങ്ങൾ മുഴുവൻ കൊടുത്താണ്. എത്ര ക്രൂരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇത്ര ദാരുണ സംഭവത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? സംശയമുണ്ട്. എന്ത് സംശയമുള്ളത്? എന്ത് ഗൂഢാലോചന അതിന്റെ പുറകിലുള്ളത്? ആ കുട്ടിക്ക് അപകടം പറ്റാനുള്ള സാഹചര്യം എന്തായിരുന്നു? ആ സാഹചര്യം അന്വേഷിക്കുന്നതിനപ്പുറത്ത് ഞങ്ങൾക്ക് സംശയമുണ്ട്, ഗൂഢാലോചന ഉണ്ട് എന്നൊക്കെ ഒരു മന്ത്രി പറയുക എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു മന്ത്രിയെ മന്ത്രിസഭയിൽ ഇരുത്തുക എന്ന് പറയുന്നത് അപമാനകരമല്ലേ കേരളത്തിന്? മന്ത്രി രാജിവെക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രമാത്രം മോശമായ പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു കാര്യത്തിൽ ഉണ്ടായത്. ഇതിനെല്ലാം പൂർണ്ണമായ ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ വനം വകുപ്പ് മന്ത്രിക്കുമുണ്ട്. വനം വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഇൻഎഫിഷ്യൻസിയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മളൊക്കെ ഈ വണ്ടൂർ